ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ പാലക്കാട് ഉണ്ടായിരിക്കുന്ന ബി ജെ പിയുടെ പരാജയമല്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്ന ഒരു പശ്ചാത്തലം തന്നെയാണുള്ളത്. കാരണം നമുക്കറിയാവുന്നതാണ് ഈ കോൺഗ്രസ്സിന് ഏത് രീതിയിലാണ് വിജയം ഉണ്ടാക്കാൻ സാധിച്ചതെന്ന്. പക്ഷേ താങ്കൾ തൃശ്ശൂരുള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ചേലക്കരയിലെ വിഷയങ്ങളിലേക്ക് കുറേ കൂടി കൃത്യമായി പോയാൽ ചേലക്കരയിൽ ആ ഭൂരിപക്ഷത്തിനൊരു ഇടിവ് വന്നിരിക്കുന്നു. ഇത് തീർച്ചയായും താങ്കൾക്ക് പരിചയമുള്ളൊരു സ്ഥലമാണ്. താങ്കൾ അതിൻ്റെ തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം കൃത്യമായി ഉന്നയിക്കുന്നത്. ചേലക്കരയിലെ വിജയം, ചേലക്കരയിലെ ആ ഭൂരിപക്ഷം ഭരണവിരുദ്ധ വികാരമല്ല, അങ്ങനെ വികാരമില്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടുകളുണ്ടാകുന്നത്. അല്ലെങ്കിൽ പി രാജീവൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചേലക്കരയിലെ വിജയത്തെക്കുറിച്ച് താങ്കൾക്കൊന്ന് വിശദീകരിക്കാനുള്ളത്? പിന്നെ കാലത്ത് മുതലുള്ള വൈകുന്നേരം വരെയുള്ള ചർച്ചകളിൽ ഒരുപാട് പേര് വിശദീകരിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ 83,000 വോട്ടുകൾ ഉണ്ടായിരുന്ന രാധാകൃഷ്ണനിൽ നിന്ന് ഇത്തവണ പ്രദീപ് എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 64,827 വോട്ടിലാണ് എത്തി നിൽക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ചേലക്കരയിൽ കൃത്യമായിട്ട് 10,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഈ രാഷ്ട്രീയത്തിന്റെ പുറകെ ഓടുമ്പോൾ തന്നെ ജനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങളുടെ വിഷയം മനസ്സിലാക്കുമ്പോൾ ചേലക്കരയാണ് എനിക്ക് തോന്നുന്നു 140 നിയോജകമണ്ഡലം നോക്കിയാൽ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള അവസ്ഥ അനുഭവിക്കുന്ന ജനങ്ങളുള്ള ചേലക്കരയാണ്. എന്നിട്ടും ആ ജനങ്ങൾ ഒരു തിരുത്തൽ ശക്തി ആകുന്നില്ല എന്നുള്ളത് പരിപൂർണമായിട്ട് അവർ പരിശോധിക്കേണ്ടതാണ്. എങ്ങനെയാണ് ചേലക്കരയിൽ ഇടതുപക്ഷം ഒരു ഉപകാരവും ചെയ്യാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുമാണ്. നമുക്ക് നിങ്ങൾ അവിടെ ഒന്ന് പരിശോധിക്കണം, അവിടെ ഒന്ന് ചെന്ന് യാത്ര ചെയ്യണം. വളരെ ദയനീയമായ അവസ്ഥയാണ്. എന്നിട്ടും ഒരു രാഷ്ട്രീയ ചിന്ത മാത്രം മനസ്സിൽ നിർത്തി അവനവന്റെ വികസനമോ അവനവന്റെ അടിസ്ഥാന പ്രശ്നങ്ങളോ ഒന്നും ഒരു വിഷയമല്ലാതെ വരുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അപജയത്തിന്റെ ഭാഗമാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങ് പറഞ്ഞ് പാലക്കാട് വിഷയമാകുന്നില്ല. പാലക്കാട് ചർച്ച ചെയ്യാന്നേ. പാലക്കാട് എന്താ പ്രശ്നമുള്ളത്? BJPയെ സംബന്ധിച്ചിടത്തോളം 100% പാലക്കാട് വിഷയത്തിൽ സന്തോഷമില്ല, പക്ഷെ ദുഃഖവുമില്ല. കാരണം പാലക്കാട് BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു മണ്ഡലമായിരുന്നില്ല. BJP ഇന്ന് വരെ കേരളത്തിൽ രാജഗോപാൽജി മാത്രമാണ് നിയമസഭാ അംഗമായിരുന്നത്. എന്നാൽ രണ്ടാമത് പാലക്കാട്ടിൽ നിന്ന് തന്നെ നിയമസഭാ അംഗം വേണം എന്നുള്ള അടിസ്ഥാനത്തിൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരുപാട് കാലഘട്ടം എല്ലാവരും വർക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അത് വിജയിച്ചിട്ടില്ല. ഞങ്ങൾ 2ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. അവിടെ സ്വാഭാവികമായിട്ട് ഒരു 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 സംവിധാനത്തിനെതിരെ എന്താണ് ആന്റി ഇൻകംബൻസി ഫാക്ടർ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലോ ജാതി മത വർഗ ധ്രുവീകരണത്തിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് വിജയം, അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അവർക്ക് വിജയം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവിടെ ഇനി 1.5 കൊല്ലം ഉണ്ടല്ലോ, 1.5 കൊല്ലം ഉണ്ട്. ഞങ്ങൾ അത് പഠിക്കും. അതിനകത്ത് എന്താണ് 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള മാർഗം, ആ വഴി ഞങ്ങൾ വെട്ടിത്തെളിക്കും. ആ വഴി വെട്ടിത്തെളിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അടുത്ത 2026 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കുള്ള പ്രിപ്പറേഷൻ സ്വാഭാവികമായിട്ട് ഇപ്പൊ തുറക്കും. പിന്നെ ഇന്ന് അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നു. BJPയിൽ നിന്നോട്ട് അങ്ങോട്ട് കിട്ടി. ഇടതുപക്ഷം പറയുന്നത് BJP ഡീലാണ്, വേറെ കുറെ ആളുകൾ പറയുന്നു അല്ല അങ്ങനെയല്ല, ഇന്നാളായിരുന്നെങ്കിൽ അന്നാളായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നു. ഇതിലൊന്നും സ്ഥാനമില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ആ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ BJP ജയിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും പണിയെടുത്തു. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ ദുഃഖിക്കാനുള്ള ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഞങ്ങൾ ഇന്നേ വരെ അവിടെ ജയിച്ചിട്ടില്ല. ഞങ്ങളുടെ പരിശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത കാലഘട്ടത്തിൽ നിന്നാണ് BJPയുടെ രാഷ്ട്രീയ ഈ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യം പോലെ ഈ BJPക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ട് വിജയിക്കുന്ന സ്ഥാനാർത്ഥിത്വത്തിലേക്ക് BJP വളർന്നില്ലേ? അതൊക്കെ ഘട്ടം ഘട്ടങ്ങൾ തന്നെയായിട്ടാണ് കേരളത്തിൽ വളർന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള തോൽവികളിലൂടെ തന്നെയാണ്. പിന്നെ ഒരു പാർട്ടി ഇലക്ഷൻ മത്സരിച്ചു എന്ന് വെച്ചാൽ പാർട്ടി പൂർണ്ണമായിട്ട് അങ്ങ് അടപടലം പോകുന്നില്ല. അത് തെറ്റുകൾ തിരുത്തും. അതിലെവിടെയാണ് പിഴവുണ്ടായെന്ന് നോക്കും. സ്വാഭാവികമായിട്ട് ഇനിയും വർദ്ധിപ്പിക്കാൻ എന്താ മാർഗം നോക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പോ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ടുള്ള വോട്ട് ഷെയറിലേക്ക് നമ്മൾ കയറി വന്നിട്ടുണ്ട്. ചേലക്കരയിൽ 10,000 വോട്ടുകൾ കൂടിയിട്ടുണ്ട്. പാലക്കാടിനകത്തും നല്ല സംവിധാനവും 2ാം സ്ഥാനമുണ്ട്. പക്ഷെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ബോംബെ, മഹാരാഷ്ട്ര, ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പവർക്ക് അംഗീകരിക്കാം, പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പും അംഗീകരിക്കാം, ചേലക്കരയിലെ തെരഞ്ഞെടുപ്പും അംഗീകരിക്കാം, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് അവര്. വയനാട്ടില് 4 ലക്ഷം പേരുടെ ഭൂരിപക്ഷമോ എന്ത് തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ KC വേണുഗോപാലിന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ പറ്റില്ല. ഇവരങ്ങനെ തന്നെയാണ്. ഇവര് തോറ്റു തുന്നം പാടുന്ന സമയത്ത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവരെവിടെങ്കിലും ഒരു പച്ചപ്പുല്ല് കണ്ടാൽ അത് അംഗീകരിക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, SDPIയുടെ പിന്തുണയോടെ SDPIയുടെ പ്രവർത്തകരെ വെച്ച് ജുമാ കഴിഞ്ഞ സമയത്ത് മുസ്ലിം പള്ളികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പള്ളിക്ക് മുമ്പിൽ BJPയെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള വർഗീയവാദം ആളിക്കത്തിച്ച് പാലക്കാട് നോട്ടീസ് അടിച്ച് പ്രിന്റ് ചെയ്ത ചരിത്രം പാലക്കാടുണ്ട്.
അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ ധ്രുവീകരണം പാലക്കാട് ഇവർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇടതുപക്ഷം പിറ്റേ ദിവസം എന്തിനാണ് വേറൊരു വർഗീയ ശൈലി ഇടതുപക്ഷം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ഇവർ തമ്മിൽ കൃത്യമായി പഠിച്ച് പ്ലാൻ ചെയ്ത് BJP യെ തോൽപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷ ഏകീകരണത്തെ നടപ്പിലാക്കാൻ നടത്തിയ ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൽ സ്വാഭാവികമായിട്ട് അവർക്കിപ്പോൾ വിജയം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഈ വിജയമൊന്നും ശാശ്വതമല്ല. അടുത്ത ഒരു വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പും 2026 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. ഞങ്ങൾ എവിടെയാണ് പിഴവുണ്ടായിട്ടുള്ളതെന്ന് പരിശോധിക്കും. ആ പിഴവ് ഞങ്ങൾ പരിപൂർണമായി പരിഹരിക്കും. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ മഹാരാഷ്ട്ര മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ മഹാരാഷ്ട്രയിൽ മിന്നും വിജയം എന്നാണ് നമുക്ക് പറയേണ്ടത്. അത് മഹാരാഷ്ട്ര ഞങ്ങൾ സന്തോഷിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ നിയമസഭയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതിൽ ഞങ്ങൾ എന്തൊക്കെയാണോ ആ പ്രയാസത്തിന് വഴി തെളിയിച്ചത് ആ വഴിയെ കൃത്യമാക്കുകയും ചെയ്യും. ഞങ്ങൾ ജയിക്കാനുള്ള വഴി വെട്ടി തുറക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. എത്രയൊക്കെ വർഗീയവാദികളെയും മത തീവ്രവാദ സ്വഭാവമുള്ളവരെയും മതമൗലികവാദികളെയും കൂട്ടുപിടിച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്താലും കാലം ഞങ്ങൾക്ക് മുമ്പിൽ വരും. അത് നമുക്ക് അപ്പം നോക്കാം. ഒരു കുഴപ്പമില്ല. അധികം നാളൊന്നും ഇല്ലല്ലോ. ഒന്നൊന്നൊക്കെ കൊല്ലല്ലേ ഉള്ളൂ. നോക്കാം, സെറ്റാക്കാം.